മൈലേജ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 15+ എന്തായാലും ഉണ്ട്. 20+ ഒക്കെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റൺ ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ? 20+ കിട്ടിയിട്ടുണ്ട്. നല്ല മൈലേജ് നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കൊടുത്താലും 15+ കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം. ബെൻലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്പർ W12 എന്ന് പറയും. W12. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു റോൾസ് റോയ്സ് ലെവൽ വണ്ടി തന്നെയാണ്. അതെ, റോൾസ് റോയ്സിന്റെ അതേ കാറ്റഗറി ഉള്ള വണ്ടി തന്നെയാണ്. കാറ്റഗറി പെടുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2006 മോഡൽ. അത്യാവശ്യം മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണല്ലേ? ഓൾമോസ്റ്റ് ഒരു 15+ എന്തായാലും കിട്ടും. ഓക്കെ, സി ക്ലാസ് ഒക്കെ ആ ലെവലിൽ തന്നെ ക്ലാസ് CLA GLA ഒക്കെ ഒരേ സെഗ്മെന്റ് പറ്റിയ വണ്ടികളാണ്. ഓക്കെ, പിന്നെ ഏതാ മോഡല്? ഇത് 2017. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടത്തിൽ കുറേ പ്രീമിയം വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോർഷെ ഉണ്ട്, ബെല്ല ഉണ്ട്, S500 ഉണ്ട്. ഈ രണ്ട് മോഡലുകൾ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വാഹനങ്ങളാണ്. ഇതാണ് 3 കോടിയോളം രൂപ വില വന്നൊരു വണ്ടിയാണ് ബെല്ല എന്ന് പറയുന്നത്. അതായത് റോൾസ് റോയ്സിനോട് കിടപിടിക്കുന്ന ഒരു വാഹനം ഇപ്പോൾ വളരെ തുച്ഛമായൊരു വിലക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ S500 അതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ ഇറങ്ങിയതാണ്. വളരെ കുറഞ്ഞ കാറുകളെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കളക്റ്റീവ് കാസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, വേറെയും മെഴ്സിഡസ് ബെൻസിൻ്റെ ഡെയിലി യൂസിന് പറ്റിയ വാഹനങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഡീൽ യുവർ റൈഡ് DYR. വഫീഖ് ഭായിയാണ് നമ്മുടെ കൂടെ. സ്വാഗതം ബ്രോ. കോഴിക്കോട് ചെറുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. ബ്രോ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് അല്ലേ? അതെ അതെ. നമ്മൾ അനേകം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിന്റെ ഒക്കെ റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്. വീഡിയോ ചെയ്തിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ സിംഗിൾ വണ്ടികളാണ് വരല്. സ്റ്റോക്ക് ഒരുമിച്ച് കിട്ടുന്നത് 4-5 ഒരുമിച്ച് വെച്ച് ചെയ്യാൻ കഴിയാം. ഓക്കെ, ഇന്നൊരു 6-7 വണ്ടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മൾ കാണിക്കുന്നത്? മൊത്തം 7 വണ്ടി കാണിക്കാം. നമുക്ക് 7 വണ്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ സ്പെഷ്യൽ കുറച്ച് ഇപ്രാവശ്യം വീഡിയോയിൽ ഒരു എക്സോട്ടിക് കളക്ഷൻസ് ഐറ്റംസ് ആണ്. പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ഒരു 2-3 വണ്ടിയും ഉണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വണ്ടീന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല. ധൈര്യത്തിൽ എന്താണോ കറക്റ്റ് കാര്യങ്ങൾ അത് തന്നെ പറഞ്ഞു കൊടുക്കും. എല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ കറക്റ്റ് അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ എവിടെ വെച്ചാൽ അവിടെ അവർ പറയുന്ന കസ്റ്റമർ പറയുന്ന വർക്ക്ഷോപ്പിൽ നമുക്ക് എത്തിച്ചു കൊടുക്കും. നമ്മൾ പറയുന്നതിന് ഒരു വിപരീതമായിട്ടൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. ഓക്കെ, നിങ്ങൾക്ക് ആരെ കൊണ്ടുവന്നോണേ ചെക്ക് ചെയ്യാം. ഒരുപാട് വില ടെസ്റ്റ് നാട്ടിലുണ്ടല്ലോ. ആരെ കൊണ്ടുപോകണമെങ്കിൽ ചെക്ക് പാർട്ടി തീർച്ചയായും ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ കാണാൻ തന്നെ പ്രത്യേക രസമായിരിക്കും. അങ്ങനത്തെ കുറേ കമൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ആദ്യ വാഹനം പോർഷ് മെക്കാനാണ്. എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡല് പോർഷെ മെക്കാന് 2 ലിറ്റർ ടർബോ ചാർജ് വരുന്ന, ആകെ 30,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 21 മോഡൽ 30,000 കിലോമീറ്റർ. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത്. PY രജിസ്ട്രേഷൻ ആണല്ലേ? ഓക്കെ, നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂലേ? നെയിം ട്രാൻസ്ഫർ ചെയ്യാം. മാറേണ്ട ആവശ്യം വരില്ല? ഇല്ല. ഇത് ഒരുപാട് ലോഡിങ്സ് ഉള്ള വണ്ടിയാണ്. ബോസിന്റെ മ്യൂസിക് സിസ്റ്റം, പിന്നെ എക്സ്ട്രാ റൂഫ് റെയിൽസ്, അങ്ങനെ കുറെ ആഡ് ഓൺ. അതായത് പോർഷെന്റെ പിന്നെ PDK കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ എക്സ്ട്രാ പെയ്ഡ് ആയിട്ടുള്ള കുറെ ലോഡിങ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, ഒരു പിന്നെ ഫുൾ ബോഡി PPF ആണ്. പെട്രോൾ എഞ്ചിൻ 2 ലിറ്റർ പെട്രോൾ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നുണ്ട്. പവർഫുൾ വണ്ടിയാണ്. അതെ. ഓക്കെ, അപ്പോൾ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മേജർ ആയിട്ടുള്ള ക്ലെയിം ഒന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റ് എങ്ങാനും ഹിസ്റ്ററിയിൽ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഏതാ, ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റ് ആണ് തോന്നുന്നത്. ഓക്കെ, ഹെഡ്ലൈറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ ഹിസ്റ്ററി ലഭിക്കുന്ന വാഹനമാണ്. ഫുൾ ബോഡി PPF ആണ്. പിന്നെ എന്തുണ്ടെങ്കിലും കസ്റ്റമർ ഇൻഷുറൻസ് ക്ലെയിമിൽ ചെയ്തതാണ്. അതെ, ചെറിയ എന്തോ സ്ക്രാച്ച് ആയപ്പോൾ. മേജർ ആയിട്ടുള്ള വേറെ പരിക്കുകളൊന്നുമില്ല. ശരിക്കും ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും അന്ന് ഓൺ റോഡ് എത്ര വരുന്നുണ്ട് ഏകദേശം? ഓൺ റോഡ് എൻ്റെ അഭിപ്രയത്തിൽ 2021 മോഡലാണ്. 1 crore അബോ എന്തായാലും പ്രൈസ് ഉണ്ട്. 110, 105 റേഞ്ചിലുണ്ട്. ഓക്കെ, അതിപ്പോ റണ്ണിങ്ങിലെ പുതിയ ലേറ്റസ്റ്റ് ഷേപ്പ് വണ്ടിയാണിത്. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം എത്രയാ? നമ്മള് ഒരു ഓൾമോസ്റ്റ് ഒരു 56 lakhs കൊടുക്കാം. 56 ലക്ഷമാണ്. ഏകദേശം പാതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞു. ഓക്കെ, 21 മോഡൽ 30,000 കിലോമീറ്റർ. നല്ല പ്രൊഫൈലുള്ള ആൾക്ക് ഒരു 50 lakhs എന്തായാലും ഓൾമോസ്റ്റ് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 6 ലക്ഷം കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ നോക്കോ. നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് മാറേണ്ട ആവശ്യം വരില്ല. നെയിം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇതിൽ ബെറ്റർ. ആരും മാറ്റൂല. പോണ്ടിച്ചേരി ഇത് മാഹി രജിസ്ട്രേഷൻ ആണ്. PY03 പ്രോപ്പർ മാഹി അഡ്രസ് തന്നെ. അടുത്തത് പോർഷ് കെയ്ൻ ആണ്. കുറച്ചുകൂടി വലിയ വണ്ടിയാണ് അല്ലേ? അതെ, അതിനേക്കാളും കുറച്ചും കൂടി ബിഗ്ഗർ ആണ്. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2016 ലാസ്റ്റ് ആണ്.
16 ലാസ്റ്റ് വണ്ടി. ഓക്കെ, കേരള വണ്ടിയാണോ അതോ? ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ്. പോണ്ടിച്ചേരി തന്നെ ഇതും? അതെ അതെ. ഇത് പ്ലാറ്റിനം എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്ന വണ്ടിയാണ്. സ്പെഷ്യൽ എഡിഷൻ അല്ല, നമുക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്ത വണ്ടികളാണ്. ഓക്കെ, അങ്ങനെ കമ്പനി തന്നെ കസ്റ്റമൈസ് ചെയ്ത്. ഇതിൽ മറ്റേ ആൽക്കാൻഡ്ര ഇന്റീരിയർ ഒക്കെ ആണ്, ലംബോർഗിനി ഉറൂസിലൊക്കെ വരുന്ന ആ ടൈപ്പ് ഇന്റീരിയർ ആണ്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി നല്ല അപ്ഗ്രേഡഡ് അലോയ് വീൽസ്, പോഷയുടെ തന്നെ കമ്പനി വരുന്ന നല്ല അലോയ് വീൽസ് ഷോറൂമിൽ തന്നെ ചെയ്താണ്. ഓക്കെ, കറക്റ്റ് പ്രോപ്പർ പോഷെ കൊച്ചിന്നാണ് കംപ്ലീറ്റ് പോഷെ എന്നാണ് കംപ്ലീറ്റ് സർവീസ് ചെയ്തത്. 92,000 ആണ് ഇപ്പൊ നിലവിൽ. ഡീസൽ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി, ഒരു പിൻ ടു പിൻ വണ്ടി, ഓവറോൾ ഗുഡ് എന്ന് പറയാം. ക്ലീൻ പീസ്. ഓണർഷിപ്പ് എത്രയുള്ള? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓണറിലാണ്. ഓക്കെ, ഫാൻസി നമ്പർ ഒക്കെ ആണ്, പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. ഓക്കെ, ഇത് മാഹിയാണോ പ്രോപ്പർ അതോ? ഇത് ഒറിജിനൽ പോണ്ടിച്ചേരിയാണ്. PY01 ആണ്. 01. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല, പക്ക ജെന്യൂൻ. പ്രൈസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 35 lakhs. 35 ലക്ഷത്തിന് പോർഷെ കെയ്ൻ 2016 പ്ലാറ്റിനം എഡിഷൻ. അങ്ങനെ തന്നെ സ്പെഷ്യൽ, നോർമൽ കെയ്ൻ അല്ലത്. ഓക്കെ, പ്ലാറ്റിനം എഡിഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം കാണിച്ചൊക്കെ സ്പെഷ്യൽ വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം എത്താലും നോക്കിയോ, ഇങ്ങോട്ടേക്ക് മാറിയല്ലേ ലോണും കാര്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പോണ്ടിച്ചേരി അഡ്രസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. 2016 മോഡലാണ്. മാഹിയൊക്കെ അഡ്രസ് ചെയ്യാം. മാഹിയിലൊക്കെ അഡ്രസ് നെയിം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ലോൺ കിട്ടും. നെയിം എന്തായാലും ട്രാൻസ്ഫർ ചെയ്യണം. അടുത്തത് S500 മെഴ്സിഡസ് ബെൻസ് S ക്ലാസ് 500 ആണ്. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണാതെ 350 ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് 500 ആണ്. S500 ആണ്. ഏതാ മോഡൽ? റയർ കളക്റ്റബിൾ ആയിട്ടാണ്. അതെ, തീർച്ചയായും. 2015 മോഡൽ W222 എന്ന് പറഞ്ഞ ചേസിസ് നമ്പറിൽ. ഓക്കെ, W222. ഓക്കെ, കിലോമീറ്റർ 57,000. പെട്രോൾ എഞ്ചിന് V8 4.7 ലിറ്റർ എഞ്ചിന് വരുന്നത്. 4.7 V8 CBU ആണ് വണ്ടി. കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. 2015 ലാസ്റ്റ് ആണോ? 2015 ലാസ്റ്റ് വണ്ടി. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? വേറെ ഒന്നും ഇല്ല. പിന്നെ S400 ലേറ്റസ്റ്റ് 2025 വരുന്ന മോഡലിന്റെ വീലൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിലോമീറ്റർ 57. ഫുൾ പ്രോപ്പർ സർവീസ് റെക്കോർഡ്സ്. പിന്നെ എവിടെ ഇപ്പോൾ ഉള്ള? ഡൽഹി ആണോ കേരളയാണോ? ഇത് നിലവിൽ ഡൽഹി രജിസ്ട്രേഷനിലാണ്. ഒരു VVIP നമ്പറൊക്കെ ഡൽഹി നമ്പറിലുണ്ട്. ഡൽഹിയിൽ അഡ്രസ് ഉള്ള ആൾക്കാർക്ക് അവിടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൽഹി പിന്നെ പെട്രോളാണ്. 4-5 വർഷം ടൈം ഉണ്ട്. 2030 വരെ സമയം ഉണ്ടാവും. ഡീസൽ വണ്ടിക്കാണ് 10 വർഷത്തെ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ പെട്രോൾ വണ്ടിയാണ്. NOC എടുക്കാനും വേണ്ടി സമയമുണ്ട്. അതെ, NOC എടുക്കാനും സമയമുണ്ട്. പിന്നെ എത്രയാ പ്രൈസ് എങ്ങനെയാ ചോദിക്കുന്നത്? ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എത്ര വരുന്നുണ്ട് ഒറിജിനലി? ഇതിപ്പോ നോർമൽ ഒരു S350 ആണെങ്കിൽ ഒരു 22, 23, 25 അറൗണ്ടിൽ ഈ മോഡൽ അതർ സ്റ്റേറ്റ് വണ്ടി കിട്ടും. പിന്നെ ഇത് S500 ആണ്, കുറച്ച് ലിമിറ്റഡ് ആണ്. ഇതിന്റെ അന്ന് ഏകദേശം 2 കോടി റുപ്യേന്റെ അടുത്ത് അന്ന് വില ഉണ്ട്. 170, 180 അങ്ങനെ വില ഉണ്ട്. 2015 ഇൻവോയ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത് 27,50,000 രൂപയ്ക്ക് 2015 ഒരു കളക്റ്റബിൾ ആയിട്ടാണ്. ഞാൻ പറയുന്ന പോലെ ഒരു സാഡിൽ ബ്രൗൺ ഇന്റീരിയർ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4-5 നമ്പേഴ്സ് ഒക്കെ ഈ 2 സീറ്റർ കോൺഫിഗറേഷൻ കൂടി വരുന്നതാ. ഈ ഒരു കോൺഫിഗറേഷനിൽ വളരെ റെയർ ആണ്. ആ സമയത്ത് കുറഞ്ഞ വണ്ടി എങ്ങാനും ഉള്ളൂ ഇതില് പല ഇതിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രാന്തന്മാരുണ്ടാവും. അതെ, ഇതിന്റെ ആവശ്യക്കാർക്ക് പറ്റിയ സാധനം. ഇത് കറക്റ്റ് ചെയ്ത് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ, എന്തായാലും കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ താല്പര്യം നോക്കിയോ, ഇങ്ങോട്ടേക്ക് മാറിയാലേ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമ്മളിതിൽ നമ്മൾ പറയണല്ലോ വീഡിയോയിൽ, നമ്മൾ ലോഡ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ബാക്കിൽ വരുന്ന റിയർ ടൈൽ ലാമ്പ് ഒന്ന് ചെറിയൊരു ക്രാക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് മാറിയിട്ട് കൊടുക്കും. ഓർഡർ ആക്കിയിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ വണ്ടി മിഡ് നൈറ്റ് ബ്ലാക്ക് കളറിലാണ് നിലവിലുള്ളത്. പിന്നെ അതിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് PPF അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അടുത്തതാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ബെൻലിയുടെ ഫ്ലൈയിങ് സ്പർ അല്ലേ? അതെ, ബെൻലി കോണ്ടിനെന്റൽ ഫ്ലൈയിങ് സ്പർ W12 എന്ന് പറയും. W12. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു റോൾസ് റോയ്സ് ലെവൽ വണ്ടി തന്നെയാണ്. അതെ, റോൾസ് റോയ്സിന്റെ അതേ കാറ്റഗറി ഉള്ള വണ്ടി തന്നെയാണ്. കാറ്റഗറി പെടുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2006 മോഡൽ. ഓക്കെ, 2006 ആണ്. പേപ്പർ ഇപ്പോൾ ഒറിജിനൽ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. പുതിയ പേപ്പർ ഒരു വർഷം മുന്നേ നമ്പർ ആയതാണ്. ഓൾമോസ്റ്റ് 4-5 വർഷത്തേക്കുള്ള പേപ്പറാണ്. അപ്പോൾ 30 വരെ ഉണ്ടാവും. അപ്പോൾ ഇനി 4 വർഷം ഫുൾ പേപ്പർ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, കിലോമീറ്റർ 47,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ജെന്യൂനാണോ? ജെന്യൂണാ. ഇതിന് അധികം ഓടിക്കില്ല ആൾക്കാർ. ഒരു അങ്ങനത്തെ ഒരു കളക്റ്റബിൾ വണ്ടിയാണ്. അതെ, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പിന്നെ എന്താ വെച്ചാല് സർവീസ് സെന്റർ ഇത് എവിടെയാണ്? സർവീസ് സെന്റർ ബെൻലിയുടെ ഓതറൈസ്ഡ് വരുന്നത് ബാംഗ്ലൂരാണ്. ഇത്ര ഏജിങ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട്
ആരും എല്ലാവരും പുറത്തുനിന്ന് എല്ലാ സ്പെയറും ഒക്കെ ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്, എല്ലാ സാധനങ്ങളും. ഓക്കെ, മെക്കാനിക്കലി ഫുൾ ഓൾ ഗുഡ് ടൈറ്റ് ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ഇത് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. കോഴിക്കോട് തന്നെ ഇവിടെ 2-3 നല്ല ഗാരേജുകളുണ്ട്, ഒരുപാട് ഗാരേജ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അതിന്റെ എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ആൾക്കാരുണ്ട്. ഏത് അതുകൊണ്ട് ഈ സൂപ്പർ ലക്ഷറിയിൽ, സാധാ നോർമൽ ലക്ഷറി ഇല്ല, അൾട്രാ ലക്ഷറി എന്ന് പറയും ഒരു, അത് ഇൻസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ തന്നെ ഉണ്ട്. അവരെടുത്ത് വേണമെങ്കിൽ തേർഡ് പാർട്ടി ആൾക്കാരാണ്, അവരെടുത്ത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ പിന്നെ എല്ലാ ഫംഗ്ഷൻസും വർക്കിംഗ് ആ. കേരള നമ്പർ ആയി, ഇനി ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. അത് പറയാൻ പറ്റുന്നത് സ്പെഷ്യൽ ആയിട്ട്. നമ്മളിപ്പോ റോൾസ് റോയ്സിലൊക്കെ നമ്മളെ റോൾസ് റോയ്സ് തന്നെ, റോൾസ് റോയ്സിലൊക്കെ ടേക്ക് എന്നൊക്കെ പറയില്ല, പഴയ നിലമ്പൂർ ടേക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. അതായത് ഒറിജിനൽ വുഡാണ് കംപ്ലീറ്റ് ഉള്ളത്. അതുപോലെ സീറ്റിൽ വരുന്ന ലെതർ ആണെങ്കിലും മറ്റേ എന്താ പറയാ കാറ്റഗറി കൂടിയ നാപ്പ ലെതറോ എന്താണ് പറയാ, എനിക്ക് ആ ഒരു ടൈപ്പ് സാധനമാണ് ഏറ്റവും കൂടിയായിട്ടാ. നമുക്ക് ബാക്കൊക്കെ മറ്റേ മസാജർ, സീറ്റിംഗ് പൊസിഷൻ ഒക്കെ നല്ല അടിപൊളിയാ. ഓക്കെ, അപ്പൊ ഇത്രയും ഫീച്ചേഴ്സോട് കൂടി അന്ന് 3 കോടി വില വന്ന വണ്ടിയാണ് കേട്ടാ. അപ്പൊ ഇത് എടുക്കുമ്പോ എന്താ വെച്ചാല് ആ 3 കോടിയുടെ മെയിൻ്റനൻസും കൂടി കാണണം മനസ്സിലായി. വെറുതെ ഇതിപ്പോ എത്രയാ ചോദിക്കുന്നത്? എത്രയാ ഇത് നമ്മള് ആകെ ചെറിയ പൈസ കൊടുക്കാം. എത്ര? 29 lakhs. 29 ലക്ഷത്തിന് ഇത് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് എടുത്ത് കൊണ്ടുപോണ്ട. 3 കോടിന്റെ മുതലാണ്. ഫ്യൂവൽ എഫിഷ്യൻസി ഒരു 4-5. പിന്നെ അതാരും നോക്കൂല ഈ അങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നവർ. ഓക്കെ, അപ്പോ അതും കൂടെ ഓർത്തിട്ട് വേണം എടുക്കാൻ. അതിന്റെ മെയിൻ്റനൻസ് എന്തായാലും വരും അല്ലേ? പണി വരികയാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് പണി വരികയാണെങ്കിലാണ് പറഞ്ഞാൽ, അല്ലാണ്ട് വരുന്ന കാര്യമല്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? അല്ല, പ്രൈസ് പറഞ്ഞല്ലേ 29. പ്രൈസ് 29 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഓൺ ടേബിൾ ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ അങ്ങനത്തെ ഒരു വണ്ടിയാണല്ലോ, നമുക്ക് അതിന്റെ ആവശ്യക്കാർ വരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്തു ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും. S500. അതെ, രണ്ടും അങ്ങനത്തെ റൈറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ജിതിൻ ഭായി, ഇപ്രാവശ്യം നമ്മളൊരു ഡിഫറെന്റ്, ഞാനൊരു കാർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് നമ്മള് താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത വണ്ടി അടുത്തത് ഓഡി Q7 ആണ്. ഒരു 7 സീറ്റർ വാഹനം അല്ല? അതെ അതെ. എങ്ങനെയാ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016-17 രജിസ്ട്രേഷനിൽ വരുന്ന ഓഡി Q7 45 TDI പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. പ്രീമിയം പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ ജസ്റ്റ് ഇപ്പൊ 90ന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നത്, 90,000. ഓക്കെ, ഡീസൽ ആണ്. 90,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസ് റെക്കോർഡ്, കറക്റ്റ് എല്ലാം മെയിൻറ്റെയിൻഡും ഓഡിയിലാണ്. ഓഡിയിൽ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ, പുറത്തുനിന്ന് തൊടാത്ത വണ്ടിയാണ്. 4 ടയേഴ്സ് പുതിയതുണ്ട്. അപ്പൊ ഇനി അതിന്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. വണ്ടി ഓൾമോസ്റ്റ് എല്ലാം കോസ്മെറ്റിക്, വേറെ ഡാമേജുകൾ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഒരു 1-2 ക്ലെയിം ഉണ്ട്, ചെറിയ മൈനർ ക്ലെയിം. ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് മിറർ വന്നിടിച്ചിട്ട് ലെഫ്റ്റിലെ വിൻഷീൽഡ് ഗ്ലാസ്, ലെഫ്റ്റിലെ പാസഞ്ചർ ഡോറിന്റെ ഗ്ലാസും പാസഞ്ചർ ഡോറും മാറിയിട്ടുണ്ട്. പിന്നെ റീസെന്റ് വേറൊരു ക്ലെയിം, മറ്റേ ഡ്രൈവർ സൈഡ് ഡോറിന്റെ സ്കിന്നും മാറിയിട്ടുണ്ട്. ഡോറിന്റെ ഔട്ടർ സ്കിൻ എന്നാണ് ഹിസ്റ്ററിന്റെ അകത്തുള്ളത്. അതെ, ചെറിയ മൈനർ സ്ക്രാച്ച് വന്നാൽ ഷോറൂമിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കസ്റ്റമർ. അറിയാലോ, ഇൻഷുറൻസ് ഇല്ല. ലെഫ്റ്റ് ഡോറും മിറർ വന്നിട്ട് ഇടിച്ചിട്ട് ബൈക്ക് വന്ന് ഇടിച്ചെന്നാ കസ്റ്റമർ പറഞ്ഞത്. അല്ല, നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അതെ അതെ, പിന്നെ 2 ഡോർ മാറിയിട്ടുണ്ട്. അത് ഒന്ന് സെപ്പറേറ്റ് ക്ലെയിം, ഒന്ന് റീസെന്റ് കസ്റ്റമർ പറഞ്ഞത് റിമോട്ട് ഗേറ്റ്, വീട്ടിലെ റിമോട്ട് ഗേറ്റ് ജസ്റ്റ് വന്നിട്ട് ഇടിച്ചിട്ട് ജാമായി ഇടുന്നതാണ്. അപ്പം ചെറിയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു ക്ലെയിമിന്റെ ഒരു ബുദ്ധിമുട്ടും ഈ വണ്ടിക്കൊന്നും ഇല്ല. അത്രയും മെയിൻറ്റെയിൻഡാ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. പിന്നെ ആക്ച്വലി നമ്മളൊരു ഫ്രണ്ടിന്റെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കറക്റ്റ് പറയണല്ലോ വീഡിയോ കാണിക്കുമ്പോ. അതെ, എന്തായാലും നമ്മളെ വണ്ടിയാണെങ്കിലും പറയും, പ്രത്യേകിച്ച് പാർക്ക് ആൻഡ് സെയിൽ ആണെന്ന് പറയാൻ കാരണം കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ എല്ലാ കാര്യങ്ങളും. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 26.50. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 26 സെക്കൻഡ് ഓണർ നിലവിൽ. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ടാക്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു 25 lakhs ലോൺ തന്നെ ചെയ്യാൻ പറ്റും. 1.5 ലക്ഷം കണ്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഗുഡാണ്. സർവീസ് ഒന്നും ഡ്യൂ ഇല്ല. പ്രോപ്പർ സർവീസ് 2026 വരെ കറക്റ്റ് സർവീസാണ്. 17 ഡെലിവറിയാണ്. 17 മുതൽ 2026 ഒരൊറ്റ കൊല്ലം മിസ്സായിട്ടില്ല. എല്ലാ വർഷവും കറക്റ്റായിട്ട് മേജറായിട്ട് ചെയ്യേണ്ട സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. സർവീസ് റെക്കോർഡ്സ് എല്ലാം നമുക്ക് കൊടുക്കാം. ഈ ക്ലെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടെന്നാണ്. വേറെ മേജർ ക്ലെയിമുകളല്ല, ഈ 2
സംഗതി ഇതിൽ ചേഞ്ച് ആയി. 26.5 ലക്ഷമാണ് ഇപ്പൊ ചോദിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക്. കൂടിയ ഐറ്റങ്ങളിൽ നിന്ന് നമ്മൾ കുറഞ്ഞതിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞിട്ടായിരുന്നില്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് BMW 320D. ഇത് കേരള നമ്പർ ആയോ അതോ? ഇല്ല, ഇത് ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഇത് അതർ സ്റ്റേറ്റ് ആണ്, UP നമ്പറാണ്. UP നമ്പറാണ്. നോയിഡ രജിസ്ട്രേഷൻ UP 16 നിലവിലുള്ളത്. ഓക്കെ, ഏതാ മോഡല്? 2017 മോഡല് 320D F30 എന്ന് പറഞ്ഞ ഇതിൽ വരുന്നത്, F30 ഷാസിയിൽ വരുന്നത്, LCI. ഓക്കെ, 17 മോഡൽ അല്ല? 16 ശേഷമാണ് ഈ ഹെഡ് ലൈറ്റും ടൈൽ ലാമ്പ് ഒക്കെ ചേഞ്ച് ആവും. LCI എന്ന് പറയും. ഇന്റീരിയറിൽ വരുന്ന സ്ക്രീൻ ഒക്കെ ചേഞ്ച് ആവും. ഓക്കെ, ന്യൂ ഷേപ്പിലെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, ലക്ഷറി ലൈൻ, ഏറ്റവും ടോപ്പിന്റെ സ്പോട്ട് ലൈൻ വരുന്നുണ്ട്, പിന്നെ എം സ്പോർട്ട് വരുന്നുണ്ട്. ഇത് ലക്ഷറി ലൈൻ ആണ്. എം സ്പോർട്ട് വേറെ കാറ്റഗറിയാണ്. അത് കാറ്റഗറി മാറി. എം സ്പോർട്ട് നമ്മുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, സെയിം വണ്ടി. ഓക്കെ, ഹിറ്റ് വേണേ ചെയ്യാം. എം സ്പോർട്ട് നമ്മുടെ അടുത്തൊരു സെയിം മോഡൽ തന്നെ കുറച്ച് ലോഡിങ്സ് ഒക്കെ ഉള്ള വണ്ടി ഉണ്ടായിരുന്നു. പോയോ? കൊടുത്തോ? കൊടുത്തു. വീഡിയോ ഒന്നും കാണിച്ചില്ല. പറഞ്ഞിട്ട് കാര്യം. അതെ അതെ. സ്പെക്കിൽ തന്നെ വരുന്നത് 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന സെയിം വണ്ടി. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് എന്റെ അഭിപ്രായത്തില് ഒരു 15+ എന്തായാലും ഉണ്ട്. 20+ ഒക്കെ എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റൺ ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. 20+ കിട്ടിയിട്ടുണ്ട്. നല്ല മൈലേജ് നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കൊടുത്താലും 15+ കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. ഓണർഷിപ്പ് ആയിട്ടില്ല, സിംഗിൾ. നിലവിൽ അവിടെ സിംഗിൾ ഓണർഷിപ്പ്. ഒരു ക്ലെയിം, ഒരു മൈനർ സ്ക്രാച്ച് വരെ ഇല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് അപ്ലൈ ചെയ്യാണ്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ക്ലിയർ ആക്കി കൊടുക്കാം. ജസ്റ്റ് പോളിഷും ഒന്ന് ഇന്റീരിയർ ഒക്കെ ഒന്ന് ആസിറ്റീസിലാണ് ഉള്ളത്. ഒന്ന് വന്ന പോലെയാണ് ഉള്ളത്. നിങ്ങൾ കാണുന്ന 4 പുത്തൻ ടയർ ഉണ്ട്, IDV ഒക്കെ ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. പ്രൈസ് ചെയ്യാനില്ല, പ്രോപ്പർ സർവീസ്. പ്രൈസ് NOC പ്രൈസ് 2017 മോഡലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു 17.75, 17.75. മാറണമെങ്കിൽ എത്ര കണ്ടി വരും? മാറിന് ഒരു 3-3.5 എന്തായാലും വരും. 3.5 ലക്ഷം. 17.75 ഇപ്പൊ ഒന്നാമത് ജിതിൻ ഭായി കിലോമീറ്റർ കുറവാണ്, 49,500. 50,000 തന്നെ, 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 17 മോഡൽ കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ല, 50,000 കിലോമീറ്റർ. വില മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പിന്നെ ഒന്നാമത് കിലോമീറ്റർ കുറവാണ്, സിംഗിൾ ഓണർ ആണ്. പിന്നെ ക്ലെയിം ഡിപ്പെൻസ് ഓണർഷിപ്പ്. വില വ്യത്യാസം ഉണ്ടാവില്ല എന്തായാലും? ചെറിയ മാറ്റം വരുത്താം. ഓക്കെ, ഓൺ ടേബിൾ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് മെഴ്സിഡസ് ബെൻസിന്റെ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഹാഷ് ബാക്ക് തന്നെയാണല്ലോ ശരിക്കും? അല്ല, ഇത് SUV-ലെ സ്റ്റാർട്ടിംഗ് മോഡലാണ്. SUV തന്നെയാ? GLA 200D, അതായത് ഡീസൽ. GLA, GLC, GLE അങ്ങനെ പോകും. GLS. അപ്പോൾ എൻട്രി സെഗ്മെന്റ്. അതെ. ഓക്കെ, കോമ്പാക്ട് SUV തന്നെയാണ്. പിന്നെ അത്യാവശ്യം മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണല്ലേ? ഓൾമോസ്റ്റ് ഒരു 15+ എന്തായാലും കിട്ടും. ഓക്കെ, C ക്ലാസ് ഒക്കെ ആ ലെവലിൽ തന്നെ CLA, GLA ഒക്കെ ഒരേ സെഗ്മെന്റ് പറ്റിയ വണ്ടികളാണ്. ഓക്കെ, പിന്നെ ഏതാ മോഡല്? ഇത് 2017 GLA 200D അർബൻ സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ്. അർബൻ സ്പോർട്ട് 2017 ഇത് ടൈപ്പ് 2 എന്ന് പറയും. ഓക്കെ, 2014 മുതലാണ് GLA വരാൻ തുടങ്ങിയത്. 17 മുതൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് വരിക. ഒരു DRL-ഉം ഹെഡ് ലാമ്പും, എന്താ പറയാ, ഈ ഹെഡ് ലാമ്പിൽ DRL-ഉം ഇൻഡിക്കേറ്ററും ഒരുമിച്ച് വരുന്നത്. ഇതിന്റെ മുന്നത്തെ ഷേപ്പിൽ ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ ഈ ഗ്രില്ലിന്റെ ഇവിടെ ഹോൾ ഉണ്ടാവില്ല, വേറെ നോർമൽ ഗ്രിൽ. പിന്നെ അതുപോലെ റിയർ ടൈൽ ലാമ്പ്, ബമ്പർ, ഫ്രണ്ട് ബമ്പർ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്ക്രീൻ ഒന്ന് വലുതാവും 2017 ശേഷമല്ല. 2017 മുതൽ 2020 ഹാഫ് വരെയുള്ള ഷേപ്പ്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല? ക്ലെയിം ഒരു പുറത്തുനിന്നാണ് ക്ലെയിം ഉള്ളത്. ഒരു വിൻഷീൽഡ് മാറിയിട്ടുണ്ട്, അത് ഹിസ്റ്ററിന്റെ അകത്തില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് പറയണല്ലോ വീഡിയോ. പുറത്തുനിന്നാണ് മാറിയത്. ഹിസ്റ്ററി എല്ലാം കറക്റ്റ് സർവീസ് ആണ്. ഇപ്പൊ ഒരു സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 50,000 കിലോമീറ്റർ, 50,000 കിലോമീറ്റർ. 17 മോഡലിൽ 50,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. ഡീസൽ വണ്ടി. ഹരിയാന രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത്. NOC എടുത്തില്ലല്ലോ? എവിടേക്കും എടുത്തിട്ടില്ല. സെക്കൻഡ് ഓണറിലാണ് നിലവിലുള്ളത്. പ്രൈസ് നമുക്ക് ഇവിടുന്ന് കാലിക്കറ്റ് ബ്രിഡ്ജ് വേ ഒരു സർവീസ് എടുത്തിട്ട് കൊടുക്കാം. ഇപ്പൊ സർവീസിൽ റീസെന്റ് ഡ്യൂ ആയിട്ടുണ്ട്. 14,75 കൊടുക്കാം. 14,75,000 NOC പ്രൈസ് ആണ്. മാറണ ഇത് 3-3.5 ആ ഒരു റേഞ്ച് തന്നെ. 320ക്ക് പറഞ്ഞ അതേ റേഞ്ച്. ന്യൂ ഷേപ്പ് ആണ്, ടൈപ്പ് 2 എന്ന് പറയും. ടൈപ്പ് 2. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. പ്രൈസ് ഫൈനൽ അല്ല, നിങ്ങൾ ചെറിയ മാറ്റം എന്തെങ്കിലുമൊക്കെ വരുത്താം. കൂടുതൽ നെഗോസിയേഷൻ ഇല്ലെങ്കിൽ വണ്ടി വേറെ കോസ്മെറ്റിക് ഡാമേജുകൾ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ക്ലീൻ ആണ്, പക്ക. എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മെഴ്സിഡസ് ബെൻസ് E250. അതായത് E250 ന്യൂ ഷേപ്പ് ഒക്കെ വന്നു, പക്ഷെ ഈ ഒരു ഷേപ്പ് ഇത് അന്നും ഇന്നും ഒരേ ട്രെൻഡിങ്ങിലുള്ള സാധനം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മോഡൽ അത്. തീർച്ചയായും W212. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വണ്ടിയാ. തീർച്ചയായും ബെൻസ് പൊതുവെ റോഡ് നമ്മൾ C ക്ലാസ് ഒക്കെ എടുത്ത് പോകുമ്പോൾ ഒരു ചെറിയ ബെൻസിന്റെ ഫീലാണ്. പക്ഷെ ഇത് എടുത്ത് ഇറങ്ങുമ്പോൾ ഇനി ന്യൂ ഷേപ്പ് എടുത്ത് ഇറങ്ങിയാൽ
ഈ ഒരു വലിപ്പത്തിന്റെ ഫീൽ കിട്ടൂല അല്ലേ? ഇതിന്റെ ഈ റൗണ്ട് ലൈറ്റും ഇതൊരു ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള ഈ ഗ്രില്ല്. തീർച്ചയായും. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2010 മോഡലാണ്. ഒറിജിനൽ കേരള. പേപ്പർ എടുത്തോ? ഒറിജിനൽ കേരള K11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഇപ്പൊ റീസെന്റ് ഒരു 4-5 ദിവസം മുന്നേ റിന്യൂവൽ എടുത്തു വെച്ചത്. അപ്പൊ കിട്ടിയിട്ടില്ല, റിന്യൂവൽ കൊടുത്തതാണ്. 31 വരെ ഉണ്ടാവും അല്ലേ? 2031 വരെ, 5 വർഷം, നെക്സ്റ്റ് 5 ഇയർ. 31 വരെ ഫുൾ പേപ്പറിൽ നിൽക്കുന്ന ഈ 250 ഡീസൽ അല്ല? 2010 മോഡൽ ഈ 250 അവൻഗാർഡ് എന്ന് പറയും അന്നത്തെ. ഫുൾ ഓപ്ഷൻ. അവൻഗാർഡ് അല്ല, സോറി, എലഗൻസ്. ഓക്കെ. ഓൾമോസ്റ്റ് ആ ടൈമിൽ ബീച്ച് കളർ ഇന്റീരിയർ വരുന്ന 2 ടൈപ്പ് വേരിയന്റ് വന്നിരുന്നു ആ സമയം. ഓക്കെ. വണ്ടി മെക്കാനിക്കലി ഫുൾ ടൈറ്റ് ആണ്. 89,000 കിലോമീറ്റർ ആണ്. ജെന്യൂണിറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് സർവീസ് ഇല്ല. പിന്നെ ഞാൻ ഈ വണ്ടി ഞാനിതിനോടൊരു ക്രൈസ് ഉള്ളതുകൊണ്ട് ഈ ഷേപ്പ് വണ്ടി മെക്കാനിക്കലി നല്ല ഗുഡ് വണ്ടി. K11 ഫാൻസി നമ്പറൊക്കെ. ഓണർഷിപ്പ് നിലവിൽ തേർഡ് ആണ് നിലവിൽ. കേരള വണ്ടി, ഒറിജിനൽ കേരള. ഞാൻ നല്ലൊരു കസ്റ്റമർ കയ്യിൽ നിന്നാണ് ഈ സാധനം എടുത്തത്. അതുകൊണ്ട് എനിക്കൊരു വേറെ ഇപ്പൊ ഇതിന്റെ പ്രീവിയസ് കസ്റ്റമർ എന്ന് ചെയ്തിട്ട് ഞാൻ സർവീസ് ഹിസ്റ്ററി എടുത്തു നോക്കിയിട്ടില്ല. കിലോമീറ്റർ 89 ജെന്യൂൺ ആയിരിക്കും. വേറെ കോസ്മെറ്റിക് ഡാമേജ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ സ്വിച്ചസ് ഒന്നും ഇത്രയും 15 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ സ്വിച്ച് കാര്യങ്ങളൊന്നും ഒന്നും ഒരു ഫെയ്ഡ് ഔട്ട് ആയവേ അങ്ങനെ ഒന്നുമില്ല. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പല അതർ സ്റ്റേറ്റ് വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് കേരള വണ്ടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 7.90 lakhs. ചെറിയ മാറ്റം എന്തെങ്കിലും വരില്ല. എന്താ വെച്ചാൽ നെറ്റായിട്ട് പറഞ്ഞതാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. ഡീസൽ അടിച്ച് ഓടിയാൽ മതി. വേറെ മെക്കാനിക്കലി ഫുൾ ടൈറ്റ് ആണ്. 790 പഴയ വണ്ടിയാണ്. നമുക്ക് കൂടുതൽ ഇതിന്റെ മുകളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. വണ്ടി കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കും. 790 2010 മോഡൽ പുതിയ പേപ്പർ ഇപ്പോൾ എടുത്താണ്. ഒരു കൊല്ലം മാറിയിട്ടാണ് പേപ്പർ എടുത്തത്. അപ്പോൾ 31 വരെ പേപ്പർ നിലവിൽ ലഭിക്കുന്ന വാഹനമാണ്. അപ്പോൾ നല്ലൊരു ബെൻസ്, വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബെൻസ് നോക്കുന്നുണ്ടെങ്കിൽ ബെല്ലിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ബെൻസും ആണ്. ഈ പൈസ ഇതൊക്കെ കോമൺ ഒരു സാധാരണക്കാരനെ കൊണ്ടുനടക്കാം. ഇതൊക്കെ ഇയർലി ഒരു 50,000 കമ്പനി കൊണ്ടുപോയി കയറ്റരുത്. 7 ലക്ഷത്തിന് ബെൻസ് വാങ്ങിയിട്ട് കമ്പനിയിലെ സർവീസ് ചെയ്യുന്ന പറഞ്ഞിട്ട് വാശി. ചില കസ്റ്റമർ ഉണ്ട് അവരോട് പഴയ വണ്ടി ഒരു 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക് നമ്മള് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. തീർച്ചയായും നമ്മൾ അത്രയും എമൗണ്ട് കുറച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ചെറിയ എമൗണ്ട് പുതിയതായിട്ട് വാങ്ങിയ വണ്ടി കണ്ടിന്യൂസ്ലി സർവീസ് ഇങ്ങനെ പോകുന്നുണ്ട്. പുതിയൊരു വണ്ടി ഷോറൂമിൽ എടുക്കുന്ന ആള് ഒരു 5 വർഷം 10 വർഷം വരെ മാക്സിമം സർവീസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. പുറത്ത് ഒരുപാട് നല്ല സർവീസ് സെന്ററുകൾ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കമ്പനി സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം ലോ കിലോമീറ്റർ വണ്ടി ചെയ്യുന്ന ആളാണ്. പഴയ വണ്ടി ഈ വണ്ടിയുടെ ഏജിങ് കൊണ്ട് പറയാം നമുക്ക് ആ ഒരു വെറുതെ എക്സ്പെൻസ് ആക്കണ്ടല്ലോ. കമ്പനി എന്ന് വെച്ചാൽ അവരുടെ പ്രോപ്പർ രീതിയിലെല്ലാം മാറുള്ളൂ. നമ്മള് തട്ടിക്കൂട്ട് പണിയൊന്നും അവർ. അതെ. അവര് ഇപ്പൊ എന്തെങ്കിലും റിപ്പയർ ചെയ്ത് ചിലപ്പോ ഒരു 2,000-3,000 രൂപയ്ക്ക് ശരിയാക്കുന്ന സാധനം കമ്പനി പോയാൽ 50,000 രൂപ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറയും. അത് അങ്ങനെ ചെയ്യും. ആ ഒരു പ്രോട്ടോകോൾ അവരുത്. അതെ. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഈ പൈസക്ക് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയാൽ പൈസനേക്കാൾ വലിയ പണി വണ്ടിയുമ്പോൾ കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ വണ്ടി എന്തായാലും നിലവിൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. താല്പര്യമുണ്ടോ വിളിച്ചോ. പ്രൈസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട്. ഓൾമോസ്റ്റ് 7.90 ആണ് പറഞ്ഞത്. ചെറിയ മാറ്റം കേരള. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ നിർത്താണ്. ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് നമ്പർ വഫീഖ് ഭായിന്റെ നമ്പർ തന്നെയാണ്. ഡീൽ യുവർ റൈഡ്, DYR എന്ന് ചുരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പേര്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് ചെറുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. രാമനാട്ടുകര ഫറൂഖിന്റെ ഒക്കെ ഏകദേശം ഒരു ഭാഗത്തായിട്ട് വരും അല്ലേ? ഓക്കെ, അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മതി. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.